ഹലോ. അപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ നൈക്കിയുടെ ഒരു സെയിൽ നടന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ഞാൻ പർച്ചേസ് ചെയ്ത കുറച്ച് പ്രൊഡക്ട്സ് ആട്ടോ ഒന്ന് ഞാൻ കാണിക്കുന്നത്. കുറച്ച് പ്രൊഡക്ട്സ് ഉള്ളെങ്കിലും റേറ്റ് അത്യാവശ്യം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. സോ ഫസ്റ്റ് വൺ വന്നിട്ട് ഡോട്ട് ആൻഡ് കെയുടെ ഒരു ബൗണ്ട് സൺസ്ക്രീൻ ആണ്. ഞാൻ കറൻറ്റ്ലി യൂസ് ചെയ്യുന്ന എൻ്റെ ഡോട്ട് ആൻഡ് കെയുടെ സൺസ്ക്രീൻ കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. ഇതിപ്പോൾ അവർ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ളൂ, അധികം ആയിട്ടില്ല. അതായത് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഫ്ലേവറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇതെനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നോർമൽ ഓയിലി കോമ്പിനേഷൻ സ്കിന്നിന് പറ്റിയതാണ്. പിന്നെ വന്നിട്ട് ഓർഡിനറിയുടെ ഒരു മൾട്ടി പെപ്റ്റൈഡ് ലാഷ് ആൻഡ് ബ്രോ സിറം എന്ന് പറഞ്ഞിട്ടാണ്. അതായത് എനിക്ക് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യുമ്പോൾ യൂഷ്വലി തോന്നാറുണ്ട് എൻ്റെ ലാഷസ് ഫോൾ ചെയ്യുന്ന പോലെ. അതുപോലെ ബ്രോസ് ആയാലും അത് ഐബ്രോസ് ആയാലും ഇങ്ങനെ കൊഴിയുന്ന പോലെ. പിന്നെ ഞാൻ ത്രെഡ് ചെയ്യാൻ പോകുമ്പോൾ ആ ചേച്ചീൻ്റെ അടുത്ത് പറയാറുണ്ട് മോളെ പുരികം കൊഴിയുന്നുണ്ടെന്നുള്ളത്. അപ്പം ഞാനിതും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. പിന്നെ വന്നിട്ട് അണ്ടർ ആം റോൾ ഓൺ ആണ് കേട്ടോ. ഇപ്പോൾ ഈ ചൂട്ടത്തൊക്കെ നമ്മുടെ ഭയങ്കര ഓർഡർ അങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പോൾ ബാഡ് ഓർഡറൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്ന വിഷ് കെയറിൻ്റെ ആയിരുന്നു. അത് കുറച്ച് നാൾ ഒരു 2-3 ബോട്ടിലൊക്കെ യൂസ് ചെയ്തിരുന്നു. എനിക്ക് റിസൾട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചെന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇച്ചിങ് ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇതിൻ്റെ ആണോ ആവാൻ വഴിയില്ല, കാരണം ഞാൻ 3 മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കറിയില്ല. അപ്പോൾ ഞാനൊരു ഗ്യാപ്പ് എടുത്തേക്കായിരുന്നു. അപ്പോൾ അതെൻ്റെ ഓൾമോസ്റ്റ് കഴിയുകയും ചെയ്തു. അപ്പോൾ ഞാൻ വേറെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇതിന് ഫ്രേഗ്രൻസ് ഉണ്ട്, പക്ഷേ മറ്റേതിന് ഫ്രേഗ്രൻസ് ഇല്ല. അതായത് സൺസ്ക്രീൻ കേട്ടോ. പിന്നെ വന്നിട്ട് ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. 1570 ആണ്. കുറേ നാളായിട്ട് എൻ്റെ വിഷ് ലിസ്റ്റിൽ കിടക്കുന്നതാണ് കേട്ടോ. അവസാനം ഞാൻ രണ്ടും കൽപ്പിച്ച് ഇപ്പോൾ വാങ്ങി. ഈ സെയിലിന് അങ്ങോട്ട് വാങ്ങി. കുറേ നാളായിട്ട് ഇങ്ങനെ വിഷ് ലിസ്റ്റിൽ ഇട്ടേക്കാണല്ലോ. അപ്പോൾ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് ഓയിലി സ്കിന്നിന് പറ്റിയതാട്ടോ. പിന്നെ വന്നിട്ട് ഡോട്ട് ആൻഡ് കീയുടെ ഒരു സൺസ്ക്രീൻ മിസ്റ്റ് ആണ്. അതായത് നമ്മൾ യൂഷ്വലി സൺസ്ക്രീൻ ഇട്ടിട്ട് നമ്മൾ പുറത്തു പോയാൽ പിന്നെ റീ അപ്ലിക്കേഷൻ കാര്യങ്ങളൊന്നും പൊതുവെ ചെയ്യാറില്ലല്ലോ. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രേ പോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വലിയ ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നല്ലതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എൻ്റെ വിഷ് ലിസ്റ്റിൽ കുറേ നാളായിട്ട് കിടക്കുന്ന ഒരു ഐറ്റമാണ് ഈ ടോണി മോളിയുടെ സെറമൈറ്റ് ടോണർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനും അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. അപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ വിഷ് ലിസ്റ്റിൽ കിടക്കുമ്പോഴാണ് ഈ റീസെൻ്റ്ലി ഞാൻ അറിഞ്ഞത് ഇതിൻ്റെ ചെറിയ പാക്കേജിങ് ഇറങ്ങേണ്ടതെന്നുള്ളത്. അതായത് 100 ml 500 റുപ്പീസോ അങ്ങനെ എന്തോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും ഒന്ന് വാങ്ങിച്ച് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം എന്നുള്ളത്. അങ്ങനെ ഇതുവരെയുള്ള ഐറ്റംസ് എല്ലാം ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ വാങ്ങുന്നത്. പിന്നെ വന്നിട്ട് നമ്മുടെ ഓർഡിനറിയുടെ നയാസിനമൈഡ് സെറമാണ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുണ്ട്. എപ്പോൾ സെയിൽ വന്നാലും ഇതിനങ്ങനെ ഓഫേഴ്സ് ഉണ്ടാവാറില്ല. പക്ഷേ ഇത്തവണ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അതായത് എപ്പോഴും ഇതിന് 600 റുപ്പീസാണ് അവർ അതിൽ നിന്ന് കുറയ്ക്കാറൊന്നുമില്ല. പക്ഷേ ഇത്തവണ 500 സംതിങ്ങിന് എന്തോടെ ഞാൻ പർച്ചേസ് ചെയ്തത്. ഇതൊക്കെ വാങ്ങിച്ചപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് ഡോട്ട് ആൻഡ് കീയുടെ ഒരു നയാസിനമൈഡ് സെറം തന്നെ. എനിക്ക് തോന്നുന്നു ഇത് നോട്ട് ഫോർ സെയിലാണ്. അതായത് ചെറിയൊരു ഫ്രീ ബി പാക്കറ്റ് പോലെ കിട്ടിയതാണ്. അപ്പോൾ എനിക്ക് അറിയില്ല ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ക്ലോസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ എന്താ പറയുക നൈക്ക ഹോൾ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂൺ. ടാറ്റാ.